രാഹുൽ മാക്കൂട്ടൻ ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. വളരെ വീമ്പിളക്കി നടക്കുകയായിരുന്നു. ഞാൻ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകനാണ്. സസ്പെൻഷനൊന്നും എനിക്ക് ബാധകമല്ല. പ്രവർത്തനത്തിൽ ഞാൻ പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അതിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിക്കുകയാണ് എന്ന് ചാനലിലെല്ലാം വന്ന് നല്ല ചിരിയോടുകൂടി രാഹുൽ മാക്കൂട്ടത്തിൽ ഇന്നലെ വരെ പറഞ്ഞു. ഇന്ന് രാവിലെ ഈ പീഡനത്തിനിരയായ കുട്ടി, ചെറുപ്പക്കാരി എന്ന് പറയുന്നതാണ് ഇനി നല്ലത്, എല്ലാ തെളിവുകളോടും കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരും രാഹുൽ മാക്കൂട്ടിയും നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് എവിടെ പരാതി എന്നാണ്. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് പരാതി എത്തി. അവർ പറഞ്ഞു എല്ലാ തെളിവുകളും കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അന്വേഷണം വരുമെന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമില്ലല്ലോ. അത് മനസ്സിലായതോടുകൂടി രാഹുൽ മാക്കൂട്ടൻ രാവിലെ ഓഫീസും പൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. ഇന്നലെ വരെ പറഞ്ഞ എവിടെ തെളിവ്, എവിടെ പരാതി എന്നത് അവസാനിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചെറിയ നിഷ്കളങ്കയായ ഒരു കുട്ടിയെ ഇവർ പ്രണയിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ പ്രണയത്തിനൊന്നും എതിരല്ല കേട്ടോ, പ്രണയിച്ചു. ആ കുട്ടി പറയാണ് ദയനീയമായിട്ട്, അത് നമ്മളെല്ലാം കേട്ടു, നീയല്ലേ പറഞ്ഞത് കുട്ടി വേണമെന്നും, എന്നിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഈ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത്. ഗർഭിണിയായപ്പോഴും നീ അലസിപ്പിക്കാനും പറയുകയാണ്. എന്ത് കാര്യമാണ്? അപ്പോൾ ചീത്ത പറയുകയാണ്. അതെല്ലാം ഈ കേരളം മുഴുവൻ കേട്ടു, മലയാളികൾ മുഴുവൻ കേട്ടു ആ ഭാഷയിൽ. അപ്പോഴും ചോദിച്ചു ഇവിടെ പരാതി, തെളിവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴാ പരാതി കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, കർശനമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും മുങ്ങിയ രാഹുൽ മാക്കൂട്ടത്തിനെ കണ്ടെത്തേണ്ടി വരും. നമുക്ക് ശക്തിയായ രീതിയിൽ ഈ വലിയ കടന്നാക്രമത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയതുപോലെ നിയമത്തിൻ്റെ മുമ്പിലും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയണം എന്ന് തന്നെയാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇനിയും MLA സ്ഥാനം തുടർന്നു പോകുന്നതിൽ യാതൊരു കാര്യമില്ല. കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അത്തരത്തിൽ അതിശക്തിയായ ഡിമാൻഡ് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങളല്ല ആദ്യം തന്നെ രാജിവെക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അന്ന് പറഞ്ഞത് അങ്ങനെയാണ്, കോൺഗ്രസ് തീരുമാനിക്കട്ടെ. പക്ഷേ ആ കോൺഗ്രസ് തീരുമാനിക്കാൻ തയ്യാറായില്ല. ജനകീയമായ വലിയ സമ്മർദ്ദം വന്നപ്പോഴാണ് സസ്പെൻഷനിലുള്ളപ്പോഴാണ് കോൺഗ്രസിൻ്റെ വക്താവായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുഴുവൻ പാലക്കാട് ഈ രാഹുൽ മാക്കൂട്ടം പുറപ്പെട്ടത്. ഇനി കേരളം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും, അതിൻ്റെ മറുഭാഗം പറഞ്ഞോ, സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, അതാണ് മുതലാളിത്ത പ്രതിസന്ധി. അതിൻ്റെ മറുഭാഗമുണ്ട്. എന്താ? നല്ല ശബ്ദത്തിൽ പറയാം, ഇത് വളരെ ദൂരായതുകൊണ്ട് കേൾക്കുന്നില്ല. ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക, ഇതാണ് മുതലാളിത്തം. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും അവസാനിക്കുമോ? ചോദ്യം മനസ്സിലായില്ലേ? സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ഈ ലോകത്ത് എല്ലാ ഉൽപാദനോപാധികളും സ്വകാര്യ ഉടമസ്ഥത കൈകാര്യം ചെയ്യുന്ന ഈ ഭൂമുഖത്ത് സോഷ്യലിസ്റ്റ് ലോകത്തെ മാറ്റി നിർത്തിയാൽ ദരിദ്രർ കൂടുതൽ ദരിദ്രമാകുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ അവസാനിക്കില്ല? വേഗം പറ, എന്താ അവസാനിക്കില്ല? അതിദാരിദ്ര്യവും അവസാനിക്കില്ല, ദാരിദ്ര്യവും അവസാനിക്കില്ല. കേരളത്തിനാണ് ആ കഴിവ്. ലോകത്തെ ഏത് മുതലാളിത്ത സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു മുതലാളിത്ത വ്യവസ്ഥക്കകത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ബദൽ നിലപാടനുസരിച്ച്
ലോകത്തിൻ്റെ മുമ്പിൽ മുതലാളിത്ത സമൂഹത്തിൽ ആദ്യമായി നമ്മൾ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചതിൻ്റെ തുടർച്ചയായി ദാരിദ്ര്യം അവസാനിപ്പിക്കണം. എങ്ങനെയാണ് ദാരിദ്ര്യം അവസാനിപ്പിക്കുക? ഒരു ദിവസം കൊണ്ടല്ലല്ലോ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് കഴിയില്ല, 5 കൊല്ലക്കാലം കൊണ്ട് ദാരിദ്ര്യം നമുക്ക് അവസാനിപ്പിക്കണം. അതാണ് സഖാവ് പിണറായിയുടെ ഗവൺമെൻറ് മന്ത്രിസഭാ യോഗം ചേർന്ന് 29-ാം തീയതി പ്രഖ്യാപിച്ച ഒരു കാര്യം. അതെന്താ? ഒന്നാമത്തെ കാര്യം എന്താ? കേരളത്തിലെ പാവങ്ങളായ 62 ലക്ഷം മനുഷ്യർക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ എന്ത് നൽകുന്നുണ്ട്? ക്ഷേമ പെൻഷൻ. എന്ത് കുടിശ്ശിക വന്നാലും ഇനി ക്ഷേമ പെൻഷന് കുടിശ്ശികയില്ല. ഒരു ഗഡു കുടിശ്ശിക ബാക്കിയായിരുന്നു. കൃത്യമായിട്ട് മാസാമാസം കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുടിശ്ശിക കൊടുത്തു തീർത്തു. ഇപ്രാവശ്യം ഈ നവംബർ മാസം കഴിഞ്ഞ ഗഡുവിൻ്റെ ഭാഗമായിട്ടുള്ള 1 കുടിശ്ശിക 1600. ഈ മാസം വർദ്ധിപ്പിച്ച 2000. എത്രയാ ഉറുപ്പിക? ഒരു വീട്ടിൽ 3600. ചില വീട്ടിൽ അച്ഛനും അമ്മയും കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവരാണ്. അവർക്ക് രണ്ടാൾക്കും കൂടി എത്രയായി? പറ, എത്രയാ? 3600-ഉം 3600-ഉം 7200. ഈ 7200 റുപ്യ ഒരു വീട്ടിൽ കൃത്യമായിട്ട് എത്തിയാൽ, റേഷനും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഉപയോഗിച്ചാൽ പട്ടിണിയില്ലാതെ പോകാം. എന്നാൽ ദാരിദ്ര്യം അവസാനിച്ചു എന്ന് പറയാനായിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി വേണം. അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത്. എന്താ തീരുമാനിച്ചത്? സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം? അത് വെറുതെ ഇങ്ങനെ സൗജന്യം കൊടുക്കുകയല്ല. ഇപ്പം നമ്മൾ തീരുമാനിച്ചു 1000 ഉറുപ്പിക സ്ത്രീകളുടെ വീട്ടമ്മമാരെന്നുള്ള നിലയിലുള്ള അവരുടെ അധ്വാനം കണക്കിലെടുത്ത്, മുമ്പ് 45 ഉറുപ്പികയാണ് കർഷക തൊഴിലാളിക്ക് കൊടുത്തു തുടങ്ങിയത്. ഇപ്പം നമ്മൾ 1000 കൊടുക്കുകയാണ്. 2 തരം കാർഡ്. അതിപ്പോൾ എല്ലാ കാലത്തും ഇതേപോലെയല്ല, ഇനിയും മാറ്റാം. വീട്ടമ്മമാർക്കെല്ലാം കൊടുക്കുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ആദ്യം തുടക്കം 31.34 ലക്ഷം ആളുകൾക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഞങ്ങളിന്ന് ഓരോ പഞ്ചായത്തും പരിശോധിച്ച് നോക്കിയപ്പോൾ 1500, 2000 സ്ത്രീകളുണ്ട്. ആ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഓരോ പ്രദേശത്തും 2,000-3,000 ആളുണ്ട്. ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. കാരണം 2 ലക്ഷം കോടി ഉറുപ്പികയാണ് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകേണ്ടത്, തരാതിരുന്നത്. 2 ലക്ഷം കോടി. നമുക്ക് പണമില്ല. പണം തന്നിരുന്നുവെങ്കിൽ നമുക്ക് മുമ്പേ തന്നെ ഈ പരിപാടി നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു. നമുക്ക് സാധിച്ചില്ല. 1600 ഉറുപ്പിക എന്നുള്ളത് ഇപ്പോഴാണ് 2000 ആക്കിയത്. അത് 2500-ഓ 3000-ഓ ആക്കാനാവുമായിരുന്നു. ഇനിയും അവസരം കിട്ടിയാൽ നമ്മളതെല്ലാം വർദ്ധിപ്പിക്കും. ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ആവശ്യമാണ്. ഇപ്പോൾ വീട്ടമ്മമാർക്ക് കൈനേഷുമാരി കണക്കെടുക്കാൻ വരുമ്പോഴാണല്ലോ ചോദ്യം കണക്കലുണ്ടാകുക. വീട്ടിൽ കൈനേഷുമാരി കണക്കെടുക്കാൻ വേണ്ട വന്ന അധ്യാപകനോ അല്ലെങ്കിൽ ജീവനക്കാരനോ ആരായാലും അവർ ചോദിക്കും, ഭർത്താവിൻ്റെ പണി? അവർ പണി പറഞ്ഞു. വരുമാനം പറഞ്ഞു. എല്ലാം കഴിഞ്ഞാൽ ചോദിക്കും, നിങ്ങൾക്ക് എന്താ പണി? ഇപ്പോൾ പെണ്ണുങ്ങളെന്താ പറയുക? കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ ഇരിക്കുന്നു. എന്താ നിങ്ങൾ പറയുക? എനിക്ക് പണിയുണ്ട് പറയോ? പണിയില്ല എന്നാ പറയാ. പണിയില്ല. അപ്പോൾ കനേഷുമാരിക്കാരൻ എഴുതും വീട്ടമ്മ. വീട്ടമ്മയായി. എത്ര വേഗം വീട്ടമ്മയായി എന്നറിയോ? ചില പുരുഷന്മാർ വീട്ടിൽ പോയിട്ട് പറയുന്നത് നമ്മളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ.
എന്താ? ഞാനാണ് ഈ കുടുംബം പോറ്റുന്നത്, ഓർമ്മ വേണം. അത് കുറച്ചുകൂടി വെള്ളം കടിച്ചിട്ടാണെങ്കിൽ പിന്നെ അതിൻ്റെ രൂപഭാവമെല്ലാം മാറും. അന്നേരം പെണ്ണുങ്ങളെന്താ പറയുന്നത്? എന്താ നിങ്ങൾ പറയാ? പിന്നെയല്ലേ നിങ്ങളല്ലേ അരി ഗോതമ്പ് എന്താ സാധനം മുഴുവൻ കൊണ്ടിരുന്നത്, പിന്നെ നിങ്ങളല്ലേ വീട് പോറ്റുന്നത് അല്ലേ പറയാ? അങ്ങനെയല്ലേ? ഇപ്പോൾ കോടതി പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുന്നത് ആരാ? രാവിലെ എഴുന്നേൽക്കുന്നത് ആരാ? പറ, നിങ്ങൾ തന്നെ പറ. പെണ്ണുങ്ങളുണ്ടല്ലോ അവിടെ ഇരിക്കുന്നു. വീട്ടമ്മ. ഏറ്റവും അവസാനം ഉറങ്ങാൻ പോകുന്നത് ആരാ? വീട്ടമ്മ വെറുതെ ഇരിക്കുക? രാവിലെ മുതൽ ഇരിക്കുകയാണോ? അപ്പോൾ ആ വീട് നോക്കുന്നത്, പശുവിനെ നോക്കുന്നത്, കുട്ടികളെ നോക്കുന്നത്, എല്ലാം അലക്കുന്നത് തെളിക്കുന്നത് മുഴുവൻ ഈ വീട്ടമ്മയാണ്. കഠിനമായ അധ്വാനമാണ്. അപ്പോൾ അധ്വാനമുണ്ട്. അധ്വാനമുണ്ടെങ്കിൽ അധ്വാനത്തിന് മൂല്യമുണ്ട്. അധ്വാനത്തിന് മൂല്യമുണ്ടെങ്കിൽ അതിന് കൂലിക്ക് അർഹതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കാരാണ് കൂലി തരേണ്ടത്? പറ, ആരാ കൂലി തരേണ്ടത്? നേരത്തെ പറഞ്ഞ കാര്യം കൂടി മനസ്സിൽ വെച്ച് നിങ്ങൾ ഉത്തരം പറ. ഞാനാണ് ഈ വീട് പോറ്റുന്നത് എന്ന് പുരുഷൻ പറഞ്ഞാൽ നിങ്ങളുടെ അധ്വാനത്തിന് മൂല്യമുണ്ട് എന്ന് കോടതി പറഞ്ഞ പശ്ചാത്തലത്തിൽ ആ കൂലി ആരാ തരണ്ടേ? ഭർത്താവല്ലേ? അല്ലേ? നാളെ തന്നെ പോയിട്ട് ഗോവിന്ദമാഷി ഇന്നലെ പ്രസംഗിച്ചിട്ടുണ്ട്. കൂലി എനിക്ക് ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞാൽ പ്രശ്നം കച്ചറയൊന്നും ഉണ്ടാക്കാൻ പുറപ്പെടണ്ട. പക്ഷെ മിനിമം ഒരു കാര്യം ചെയ്യണം, നാട്ടുമര്യാദ. അതെന്നാ? ഇനി ഈ പുരുഷന്മാർ വീട്ടിൽ പോയി ഞാനാണ് ഈ കുടുംബം പോറ്റുന്നത് എന്ന് പറയുന്നതിന് പകരം അത് ഏകവചനാണ്. എന്ത് വേണം? ബഹുവചനം വേണം. ബഹുവചനം എന്താ വേണം? പറ, നിങ്ങൾ പറ. നമ്മളാണ് ഈ വീട് പോറ്റുന്നത്. ഈ ഒരു അധ്വാന മൂല്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വീട്ടമ്മമാർക്ക് എന്ത് നൽകണം? സഹായം നൽകണമെന്ന് തീരുമാനിച്ചത്. അതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ, കേരളത്തിൽ 1000 ഉറുപ്പിക 31.34 ലക്ഷം ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ വീട്ടിൽ 2 കർഷക തൊഴിലാളി ഉണ്ടെങ്കിൽ 7200. അവിടെ ഇതുപോലെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളൊരു പെണ്ണുങ്ങൾ കൂടി ഉണ്ട്. ഒക്കെ അത്രയായി 7200. എത്രയാവും? 8200. അവിടെ തന്നെ കോളേജിൽ പഠിച്ച് പാസ്സായിട്ടുള്ള ചെറുപ്പക്കാരനുണ്ട്. ITയിലോ പോളിടെക്നിക്കിലോ പഠിച്ച് പാസ്സായ ഒരു ചെറുപ്പക്കാരനുണ്ട്. അവനിപ്പോൾ എത്ര കൊടുക്കുന്ന പറഞ്ഞേ? 1000. ജോലി കണ്ടെത്താനുള്ള ശ്രമത്തിന് 1000 ഉറുപ്പിക. അങ്ങനെ 5 ലക്ഷം ആൾക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രദേശത്തുണ്ടാവും അങ്ങനെ ഒരാളും ആ വീട്ടിലുണ്ട് നോക്കാം. അപ്പോൾ എത്രയായി? 9200. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയുണ്ട് നോക്കാം. അടുത്ത കൊല്ലമാണ് പൂർത്തിയാകുക. അപ്പോൾ അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് വീണ്ടും അവർക്ക് 1000 ഉറുപ്പിക കിട്ടും. ഇങ്ങനെ ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ഈ പ്രക്രിയയോടൊപ്പം ഈ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും മുഴുവൻ, ഈ യുവതക്ക് മുഴുവൻ തൊഴിൽ കൊടുക്കണം. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കണം. അത് കേരളത്തിൻ്റെ പൊതു വളർച്ചയ്ക്ക് അത്യാവശ്യമായ കാര്യമാണ്. അതിനടിസ്ഥാനപ്പെട്ട് നിലപാടുകൾ സ്വീകരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ 90,000 കോടി ഉറുപ്പികയാണ് ഉപയോഗിച്ചത്. നാഷണൽ ഹൈവേ 5600 കോടി ഉറുപ്പിക കേന്ദ്രത്തിന് കൊടുത്തതാണ് ഈ കിഫ്ബി. അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ 66. പിന്നെ തീരദേശ ഹൈവേ, പിന്നെ മലയോര ഹൈവേ, സ്കൂളുകൾ, അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങൾ, നിരവധിയായ പാലങ്ങൾ, വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ലോകോത്തരമായ രീതിയിലുള്ള പശ്ചാത്തല സൗകര്യം കേരളത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ്. 90,000 കോടി ഉറുപ്പികയാണ് ഭാവനാപൂർവം കിഫ്ബി വഴി കഴിഞ്ഞ 9.5 കൊല്ലം കൊണ്ട് ചെലവാക്കിയത്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളൊരു കാര്യം കൂടി കണ്ടത്.
തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ രണ്ട് ഭാഗമാണ്, രണ്ട് രീതി. ഒന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുക, രണ്ട് ജീവനക്കാരെന്ന രീതിയിലോ മറ്റെന്തെങ്കിലും ജോലി നേടുക. കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് 3 ലക്ഷം ആളുകൾക്കാണ് തൊഴിൽ കൊടുത്തത് PSC. വളരെ ചുരുക്കം നമ്പർ മാത്രമേ കാണുള്ളൂവെങ്കിലും അത് വലിയ നമ്പറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുത്തത് കേരളത്തിലാണ് PSC മുഖേന, ഏതാണ്ട് 80% വരും. നിരവധി വ്യവസായ ശൃംഖലകൾ കേരളത്തിൽ ഉയർന്നു വന്നു, അവർക്കെല്ലാം ജോലിയായി. 15,000 സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. 15,000. ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ഒരു പുതിയ പദപ്രയോഗത്തിലൂടെയാണ് ലോകത്തെ അത് അറിയിച്ചത്. വിജ്ഞാന സമൂഹം. വിജ്ഞാന സമൂഹത്തിൻ്റെ തുടർച്ചയായി മറ്റൊരു പദവും കൂടി ഉപയോഗിച്ചു. ഏതാ? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നത് എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ചവർക്കെല്ലാം അറിയാം. അതിൻ്റെ മർമ്മം, നട്ടെല്ല് പണമൂലധനമാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു പണമൂലധനമല്ല, പകരം വിജ്ഞാനം, അറിവാണ് മൂലധനം. അതടിസ്ഥാനപ്പെടുത്തിയൊരു സമ്പദ് വ്യവസ്ഥ, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. അതിലേക്കാണ് കേരളത്തിൻ്റെ യാത്ര. ഇപ്പോൾ പശ്ചാത്തല സൗകര്യമെല്ലാം ഒരുങ്ങി വികസന പ്രക്രിയയിൽ അത്യാവശ്യമായിട്ടുള്ള തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഇടപെടൽ നമ്മൾ തുടങ്ങി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടി. 3.5 ലക്ഷം സ്വയം സംരംഭകർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു, 100 കോടി വരെ. ഏതാണ്ട് 7 ലക്ഷം ആളുകൾക്ക് സംരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജോലിയായി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് 3 ലക്ഷം ആളുകൾക്ക് ജോലിയാകുകയാണ്. ഇനി ഒരു 4-5 ലക്ഷം ആളുകൾക്ക് വളരെ വേഗം ജോലി കൊടുക്കാൻ കഴിയും ഈ വരുന്ന 6 മാസം കൊണ്ട്. അതിനാവശ്യമായ സമ്പത്ത് എവിടെയാണ് എന്ന ചോദ്യത്തിന് നമുക്കൊരു പ്രയാസമില്ല. ഇവിടെ ഈ എറണാകുളത്താണ് സംരംഭക മീറ്റ് നടത്തിയത്. 26 രാജ്യങ്ങളിൽ നിന്നായിട്ട് 25,000 ആളുകൾ പങ്കെടുത്തു 2 ദിവസം. വ്യവസായ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തതാണ് 2 ദിവസം. ഈ ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ മുതൽ മുടക്കാൻ സമ്മതപത്രം നൽകി. എത്ര അറിയോ? 2 ലക്ഷം കോടി. പണമില്ലാത്തൊരു പ്രശ്നം കേരളത്തിനില്ല. വിഴിഞ്ഞം പദ്ധതിയിലൂടെ ഒരു ത്രികോണാകൃതിയിലുള്ള വികസന മാതൃക ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം, അതുപോലെ തന്നെ കൊല്ലം, പുനലൂർ, ഈ 3 ത്രികോണാകൃതിയിലുള്ള വികസനം. ലോകോത്തരമായ വളർച്ചയിലേക്കാണ് തിരുവനന്തപുരം, കൊല്ലം പോകാൻ പോകുന്നത്. കൊച്ചി ഇപ്പോഴും തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചിയിൽ നിന്നാണ് ഒരു ഇടനാഴി, വ്യാവസായിക ഇടനാഴി കോയമ്പത്തൂരേക്ക്. 1400 ഏക്കർ ഭൂമിയാണ് അതിനുവേണ്ടി ഇപ്പം തന്നെ പാലക്കാട് വാങ്ങിയത്. നിരവധി പുതിയ വ്യവസായ ശൃംഖലകൾ വരികയാണ്. കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് വ്യാവസായിക കോറിഡോർ. സഖാവ് രാജീവൻ പറഞ്ഞത് ഒരു മാസം 10,000 കോടി രൂപയുടെ പുതിയ പ്രൊജക്റ്റ് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നാണ്. അങ്ങനെ വന്നാൽ ഈ കേരളത്തിൻ്റെ ഒരു പുതിയ മുഖം നമുക്ക് കാണാം. തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ നമുക്ക് നടത്താം. അതോടുകൂടി ഓരോ കുടുംബത്തിലും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ഒന്നുകിൽ സംരംഭത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഭാഗമായി ജോലി ലഭിച്ചാൽ ഒരു 25,000, 30,000, 40,000 രൂപ വീട്ടിൽ കിട്ടും. തൊഴിലില്ലായ്മ പരിഹരിക്കുക മാത്രമല്ല, ആളോഹരി വരുമാനം വർദ്ധിക്കും, വാങ്ങൽ ശേഷി കൂടും, ഒരു പുതിയ കേരള ജനത രൂപം കൊള്ളും. അതിൻ്റെ ഭാഗമായി ഇതെല്ലാം നാളെ തന്നെ എന്ന് ഞാൻ പറയുന്നില്ല, 10-20 കൊല്ലം ഈ കേരളം ഈ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് വന്നാൽ, ഒരു തുടർച്ചയായി മുന്നോട്ടേക്ക് വന്നാൽ, നമ്മളിപ്പോഴും പേരിട്ട് വിളിക്കുന്ന നവകേരളം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അത് മുഖ്യമന്ത്രി വീണ്ടും തുടരുകയല്ല, MLA മാർ അതേപോലെ തുടരുകയല്ല. അതിനേക്കാൾ പ്രധാനമായ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. ലോകത്തിൻ്റെ മുമ്പിൽ വളർച്ച നേടിയ രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു 300-400 കൊല്ലായി. അത് മിക്കവാറും ആരംഭിക്കുന്നത് 1789 ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. ആ ഫ്രഞ്ച് വിപ്ലവം മുതൽ ഇങ്ങോട്ട് ലോകത്ത് വളർന്നു വന്ന ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായി വലിയ വളർച്ച നേടിയിട്ടുണ്ട്. സമ്പന്നന്മാരാണ് കൂടുതൽ സമ്പന്നരായത് എന്നുള്ളത് ശരി തന്നെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്, 400 വർഷക്കാലം ഒരു ജനത നേടിയ വികസിതവും അർദ്ധവികസിതവുമായ രാജ്യങ്ങളിലെ വികസനത്തെക്കാൾ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ലോകോത്തരമായൊരു വളർച്ച ഈ കേരളം നേടാൻ പോവുകയാണ്. അതാണ് നവകേരളം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ഉദ്ദേശിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും ശക്തിയായ അവകാശവാദമാണ്. ഒരു മുതലാളിത്ത സമൂഹത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും വലിയ മുന്നേറ്റത്തിലേക്ക് ഈ കേരളം മാറും. ആ കേരളത്തെ രൂപപ്പെടുത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ശ്രമിക്കുന്നത്. അതിനൊരു തുടർച്ച വേണം. ആ തുടർച്ചയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ശരിയായ ദിശാബോധത്തോടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം. ഇവിടെ മലയാള മനോരമയും മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ മുഴുവൻ ശ്രമിക്കുന്നത് വേറെയൊന്നും പറയാനില്ല. അതുകൊണ്ട് വികസനത്തിനെതിരായ അതിശക്തിയായിട്ടുള്ള കടന്നാക്രമത്തിൻ്റെ അപ്പുറത്ത് ഒരു കാര്യവും ഈ പ്രതിപക്ഷം നടത്തിയിട്ടില്ല ഇന്നേ വരെ. ഈ 10-9 കൊല്ലമായിട്ടും കള്ളപ്രചാരവേല മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും എല്ലാം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് കള്ളപ്രചരണം, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബൂർഷ്വാ രാഷ്ട്രീയത്തിൻ്റെ തന്ത്രങ്ങൾ മെനയുക. ഏറ്റവും അവസാനമായിട്ട് അവർ ജയിക്കുമെന്ന് വിചാരിക്കുന്നത്, അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണ പ്രശ്നം വെച്ചിട്ടാണ്. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും മറച്ചു വെക്കാനില്ല. ആ പ്രശ്നം വന്ന് അന്ന് ഞാൻ പറഞ്ഞു, ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം അവർ തന്നെ തീരുമാനിക്കുന്ന SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ടീം, ഉയർന്ന ഉദ്യോഗസ്ഥർ, അവർ ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ശാസ്ത്രീയമായി പരിശോധിക്കട്ടെ. ആരാണോ കുറ്റക്കാർ അവരെ കണ്ടെത്തട്ടെ. ശബരിമലയുടെ അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൂടാ. ആ സ്വർണമെല്ലാം തിരിച്ചു പിടിക്കണം. അത് പറഞ്ഞിട്ട് ആരാണോ ഉത്തരവാദി അവരാരായാലും ഈ പാർട്ടിയും ഈ ഗവൺമെന്റും അവരെ സഹായിക്കുന്ന പ്രശ്നമില്ല. ഇത്രയും കാര്യം അന്ന് പറഞ്ഞതാണ്, ഇത്രയും കാര്യം ഇന്നും പറയുകയാണ്. അപ്പോൾ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റാണ് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പത്മകുമാർ ഇപ്പോഴും ജയിലിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പൊതുസ്വപ്നയിൽ ആരെയും സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞതിൽ അതിൽ പാർട്ടി മെമ്പറോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആരെങ്കിലോ ഉൾപ്പെട്ടാൽ അവരെയും ഈ പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നേ ഉത്ഭവിക്കുന്നില്ല. ഈ ഗവൺമെന്റ് അല്ല, വേറൊരു ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവരെ ആരെയെങ്കിലും ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പറ്റുമോ? കുഴൽപ്പണ കേസ് വന്നപ്പോ കേന്ദ്ര ഏജൻസിയെ കൂടി ഉപയോഗിച്ച് തൃശ്ശൂരിലെ കുഴൽപ്പണ കേസ് ഇല്ലാതാക്കാനല്ലേ BJP-ക്കാർ ശ്രമിച്ചത്? കോടതി പരസ്യമായിട്ട് പറഞ്ഞില്ലേ എന്തേ അന്വേഷിക്കാത്തത്? അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഞങ്ങളുടെ നിലപാട്. ആരാണോ ഉത്തരവാദി എല്ലാം കൃത്യമായിട്ട് വരട്ടെ. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൃത്യമായിട്ട് പുറത്തു വന്നാൽ ആ നിമിഷം ആരായാലും അവരുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത് പറഞ്ഞപ്പോൾ ചിലർക്ക് ബോധ്യമാകുന്നില്ല.
അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാക്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ്. രാഹുൽ മാക്കൂട്ടൻ ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. വളരെ വീമ്പിളക്കി നടക്കുകയായിരുന്നു. ഞാൻ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകനാണ്. സസ്പെൻഷനൊന്നും എനിക്ക് ബാധകമല്ല. പ്രവർത്തനത്തിൽ ഞാൻ പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അതിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിക്കുകയാണ് എന്ന് ചാനലിലെല്ലാം വന്ന് നല്ല ചിരിയോടുകൂടി രാഹുൽ മാക്കൂട്ടത്തിൽ ഇന്നലെ വരെ പറഞ്ഞു. ഇന്ന് രാവിലെ ഈ പീഡനത്തിനിരയായ കുട്ടി, ചെറുപ്പക്കാരി എന്ന് പറയുന്നതാണ് ഇനി നല്ലത്, എല്ലാ തെളിവുകളോടും കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരും രാഹുൽ മാക്കൂട്ടിയും നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് എവിടെ പരാതി എന്നാണ്. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് പരാതി എത്തി. അവർ പറഞ്ഞു എല്ലാ തെളിവുകളും കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അന്വേഷണം വരുമെന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമില്ലല്ലോ. അത് മനസ്സിലായതോടുകൂടി രാഹുൽ മാക്കൂട്ടൻ രാവിലെ ഓഫീസും പൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. ഇന്നലെ വരെ പറഞ്ഞ എവിടെ തെളിവ്, എവിടെ പരാതി എന്നത് അവസാനിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചെറിയ നിഷ്കളങ്കയായ ഒരു കുട്ടിയെ ഇവർ പ്രണയിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ പ്രണയത്തിനൊന്നും എതിരല്ല കേട്ടോ, പ്രണയിച്ചു. ആ കുട്ടി പറയാണ് ദയനീയമായിട്ട്, അത് നമ്മളെല്ലാം കേട്ടു. നീയല്ലേ പറഞ്ഞത് കുട്ടി വേണമെന്നും, എന്നിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഈ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത്. ഗർഭിണിയായപ്പോഴും നീ അലസിപ്പിക്കാനും പറയുകയാണ്. എന്ത് കാര്യമാണ്? അപ്പോൾ ചീത്ത പറയുകയാണ്. അതെല്ലാം ഈ കേരളം മുഴുവൻ കേട്ടു, മലയാളികൾ മുഴുവൻ കേട്ടു ആ ഭാഷയിൽ. അപ്പോഴും ചോദിച്ചു ഇവിടെ പരാതി, തെളിവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴാ പരാതി കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, കർശനമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും മുങ്ങിയ രാഹുൽ മാക്കൂട്ടത്തിനെ കണ്ടെത്തേണ്ടി വരും. നമുക്ക് ശക്തിയായ രീതിയിൽ ഈ വലിയ കടന്നാക്രമത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയതുപോലെ നിയമത്തിൻ്റെ മുമ്പിലും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയണം എന്ന് തന്നെയാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇനിയും MLA സ്ഥാനം തുടർന്നു പോകുന്നതിൽ യാതൊരു കാര്യമില്ല. കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അത്തരത്തിൽ അതിശക്തിയായ ഡിമാൻഡ് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങളല്ല ആദ്യം തന്നെ രാജിവെക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അന്ന് പറഞ്ഞത് അങ്ങനെയാണ്, കോൺഗ്രസ് തീരുമാനിക്കട്ടെ. പക്ഷേ ആ കോൺഗ്രസ് തീരുമാനിക്കാൻ തയ്യാറായില്ല. ജനകീയമായ വലിയ സമ്മർദ്ദം വന്നപ്പോഴാണ് സസ്പെൻഷനിലുള്ളപ്പോഴാണ് കോൺഗ്രസിൻ്റെ വക്താവായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുഴുവൻ പാലക്കാട് ഈ രാഹുൽ മാക്കൂട്ടം പുറപ്പെട്ടത്. ജീർണമായ ഒരവസ്ഥയാണ്. അത് കൃത്യമായിട്ട് തുറന്നു കാണിച്ചുകൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാവി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ, അതിൻ്റെ വികസന പരിപ്രേക്ഷ്യം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്കാവണം. അതിനുവേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ മുഴുവൻ സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും അവരുടെ അടയാളം, ആ അടയാളത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉൾപ്പെടെയുള്ള അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അവരെല്ലാം ജയിപ്പിക്കണമെന്നും ഒരു 3ാം ടേമിലേക്കുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജൈത്രയാത്രയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാൽവെപ്പായി ഇതിനെ മാറ്റാൻ സാധിക്കണമെന്നും മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.